അകത്ത് നൃത്തത്തിന്റെ ബഹള. എന്റെ കുട്ടിക്ക് നൃത്തം എന്ന് വെച്ചാൽ ജീവനാ. തുള്ളക്കാരിയാണ് മാമ, വെളിച്ചപ്പെടുന്ന ടൈപ്പാ. എന്റെ ഒരു യോഗം. മോനെന്തോ പറഞ്ഞല്ലോ, എന്താ? ഏയ് ഒന്നുമില്ല. അത് ഞാൻ പിന്നെ കുട്ടിയൊന്ന് കാണാലോന്നോ എന്തൊക്കെയോ. വിളിക്കാം, ഇപ്പൊ വിളിക്കാം. മൈഥിലി, മൈഥിലി. ഞങ്ങള് പോയി വിളിച്ചോണ്ട് വരാം, നീ ബേളം വെക്കണ്ട. ഒരു നല്ല സാരിയൊക്കെ കൊടുത്ത് ഇത്തിരി വൃത്തിയിൽ വേണം അങ്ങോട്ട് ചെല്ലാൻ. എന്നെ അങ്ങനെ ഇപ്പം കെട്ടിക്കാഴ്ച പോലെ ആരും കാണണ്ട. ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാ മതി, അല്ലാത്തൊരാളെ എനിക്ക് വേണ്ട. മോള് പറഞ്ഞത് ശരിയാ, മോൾ ഇങ്ങനെ തന്നെ വന്നാ മതി. ഞാൻ ബാലഭാസ്കറിന്റെ അമ്മയാ. വാ. മോളുടെ അടുത്ത് നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടിയോടാ. ചന്ദ്രയ്ക്കും ബാലഭാസ്കറിനും ഇഷ്ടമായി കഴിഞ്ഞാ പിന്നെ ഇവരുടെ കാര്യ കഷ്ടം. നമസ്കാരം. ടീച്ചറെ പെണ്ണ് കാണാൻ വന്ന നമ്മുടെ സാറാണോ? സാറിപ്പോ പണ്ടത്തെക്കാള് ഭംഗി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ കഴിയുന്ന ഞങ്ങൾ ആരും വിചാരിച്ചില്ല. പെങ്ങളെ വിളിച്ചോ, ഇത് കലങ്ങി. അതിശയാണല്ലോ, നിങ്ങൾ തമ്മിൽ അറിയോ? അറിയുന്നോ? സാറിന് ഞങ്ങൾക്ക് ജീവനാ. ഒരു പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയി വന്ന് ഞങ്ങളെ രക്ഷിച്ചത് ഈ സാറാണ്. അതെ, ഞാനിവരുടെ കോളേജിലൊന്ന് പാടിയിട്ടുണ്ട്. എന്നാ കേട്ടോ സാർ, കല്യാണത്തിന് കാണാം. വാ, അങ്ങോട്ട് വയ്ക്ക്. ഇങ്ങതാ, ഇത് അമ്മാവൻ, ഇത് അച്ഛൻ, ദാ ഇരിക്കുന്നത് അച്ഛൻ, ഇത് എന്റെ മോൻ ബാലഭാസ്കർ. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ ഇനി ഇവളെ മോളെന്നേ വിളിക്കും. ഇരുന്നോളൂ, എന്തിനാ നിൽക്കുന്നേ? ഇവരെ ഇവിടെ ഇരുത്തി നമ്മളും ഇങ്ങനെ ഇരുത്താൻ ശരിയാകില്ല. അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും കാണും. അതേടാ അറിഞ്ഞോ, നിന്റെ കുട്ടിയോട് മുഴുവൻ ബാലഭാസ്കറിനെ കണ്ടതും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. അവരുടെ കോളേജിലെ ഇദ്ദേഹം പാടിയിട്ടുണ്ടത്രേ. പാടൂ? മനഃപൂർവ്വം പാടാറില്ല, പക്ഷേ ചിലപ്പോ ബാത്റൂമിൽ പാടിപ്പോവും. അന്ന് എന്ത് പാട്ടാ പാടിയത്? അത് ഒരു ശോകഗാനാ. എന്നാ അതൊന്ന് പാടിക്കൂടെ? എനിക്കും ഒന്ന് കേക്കാലോ. ഓ, അതിനെന്താ. കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റക്കുരുവികളെ, കുഞ്ഞാറ്റക്കുരുവികളെ, കണ്ണീരും കയ്യുമായി നാട്ടിൻ പുറത്തൊരു കല്യാണം നിങ്ങൾക്കു കാണാം, ഒരു കല്യാണം നിങ്ങൾക്കു കാണാം. എന്നാ നമുക്കില്ലെങ്കിൽ നടത്താമല്ലേ? നടത്താം. എന്താ എന്താ? നിന്റെ കൊച്ചുമുതലാളിയോട് ഈ ഗർഭത്തിന് ഉത്തരം പറയാൻ പറ, എന്നിട്ട് മതി കല്യാണം. കൊച്ചുമുതലാളി ഗർഭം. എന്നെ വിട്, നീ ഇങ്ങോട്ട് വാ. നിന്റെ വക ഒരു ഗർഭമുണ്ടെന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു പെണ്ണുമെന്ന് ബഹളം വയ്ക്കുന്നു. അല്ല, നിന്റെ അറിവിൽ അങ്ങനെ എങ്ങാനും ഒരു ഗർഭം കയ്യിൽ പോയിട്ടുണ്ടോ? അയ്യേ, എനിക്കറിയില്ല. ഓ, അപ്പൊ അത് വകുപ്പ് കയറി. മേലെ പുറകട്ടെ. ഒരു ചെറിയ ഇന്ററപ്ഷൻ. കൈമളമായത് ചതിയാണ്. കൊച്ചുമകളെ ചതിക്കാൻ വേണ്ടി ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഇവളേതാടാ മണ്ണുണ്ണി? എനിക്കറിയില്ല, ഇത് കള്ളഗർഭമാ. ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല മുതലാളി. രണ്ടിലെന്നൊന്ന് എനിക്ക് അറിയണം. ഒരുത്തിക്ക് വയറ്റിലൊരു സമ്മാനവും കൊടുത്ത് മറ്റൊരുത്തിക്ക് നാല് കെട്ടുന്നത് ഈ അച്ചൂനൊന്ന് കാണണം. ഇവനാണോ ഗർഭം? അല്ല, ഇവക്കാ. അവനോട് ഇറങ്ങി വന്ന് ഇവളെ കെട്ടാൻ പറയണോ, അതോ നിങ്ങളുടെ മുന്നിലിട്ട് ഇവളെ ഞാൻ വെട്ടി കീറണോ? ഇത്ര പെട്ടെന്നൊരു സിസേറിയൻ വേണോ? വല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കിടത്ത് നേരെ രൂപയെ പെറട്ടെ. കലക്കണ അവന്റെ ഒടുക്കത്തെ ഒരു കല്യാണം വേണ്ട, ആ കല്യാണം നടന്നോട്ടെ. അവനിങ്ങൊരു അബദ്ധം പറ്റിയിട്ടില്ല.
അബദ്ധം പറ്റിയത് എനിക്കാ. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ഉടമസ്ഥൻ ഞാനാ. ഇവളെ ഞാൻ കെട്ടിക്കോളാം. ഇത്തിരി കാശും പൊറുതിയൊക്കെ ഉള്ള വീട്ടിൽ ആൺപിള്ളേര് കെട്ടാൻ താലി എടുത്താ മതി. അപ്പൊ പൊന്തും ഓരോ ഗർഭം. ഇവലേക്ക് അടിച്ച് കളക്കുക വേണ്ടത്. എന്നാ നോക്കി നിൽക്കാതെ അടിച്ച് കലക്കടാ. കളക്കല്ലേ? ഒരട്ടെ, ഒരട്ടെ, ഒരട്ടെ. അയ്യോ എന്താത്? നീ ആ പാലോടെ വെച്ചിട്ട് എന്റെ പുറമൊന്ന് ചൊറിഞ്ഞു തന്നെ. എന്തിനീ മുല്ലപ്പൂക്കെ വാരി ഇതിലിട്ടത്? കേശവൻകുട്ടി കൊണ്ട് തന്നപ്പോഴേ ഇതിനകത്ത് നിറച്ചു ഉറുമ്പായിരുന്നു. ഓഹോ, എന്നാ പിന്നെ ഇന്നത്തെ കിടത്തം നമുക്ക് ഫുട്പാത്തിലാക്കാം. എന്താ? എന്തിനാ ചിരിച്ചത്? ഞാൻ ചിരിച്ചില്ലല്ലോ. ഇപ്പൊ എന്തിനാ ചിരിച്ചേ? ചിരിച്ചില്ലാന്നേ. ദേ എന്റെ അടുത്ത് കള്ളം മാത. നീ എന്തിനാ തെണ്ടി ഇതിനകത്ത് കയറി കിടന്നത്? ഞാൻ പിന്നെ എവിടെ പോയി കിടക്കും? പോടാ, പോയി വേറെ വല്ല കട്ടിലിന്റെ അടിയിലും പോയി കിടക്കടാ. എണീറ്റ് പോടാ. അത് കുഞ്ഞുണ്ണിയാ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. വേണ്ട ബാലബാലേട്ടാ. ബാലേട്ടനല്ല, ബാലഭാസ്കരേട്ടൻ. ആദ്യം നീ എന്റെ പേരെന്ന് നേരാവണ്ണം എഴുതി പഠിക്കേ, എന്നിട്ട് നാണിച്ചാ പോരെ. നിന്റെ ഈ മനോഹരമായ പേര് ഞാൻ എത്ര ഭംഗിയായിട്ടാ പറയുന്നത്. ചന്ദ്രിക പറയുമ്പോ തന്നെ ഒരു കുളിരല്ലേ. ഞാൻ ജനിച്ചത് നല്ല നിലാവുള്ള രാത്രിയിലായിരുന്നു എന്ന് അമ്മ പറഞ്ഞത്. ആ നിലാവ് കണ്ട് മോഹിച്ചിട്ടാണത്രേ അച്ഛൻ എന്നെ ചന്ദ്രിക എന്ന് വിളിച്ചത്. നിലാവത്ത് തന്നെയാവും അച്ഛൻ നിന്റെ തറക്കല്ലിട്ടത്. ഹലോ, കൊച്ചുമുതലാളി ഞങ്ങളെ പറ്റിച്ച് ഉറങ്ങുകയല്ലേ? അതെ, ഞാൻ നല്ല ഉറക്കത്തിലാ. ദേവി ഇതിനെ ശല്യപ്പെടുത്തരുത്. ആരത്? സ്വപ്നലോകത്തുനിന്നാ ഒരു മാലാഖയാ. അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മുല്ലപ്പൂക്കൾ ഇഷ്ടാണെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറയായിരുന്നില്ലേ? നമുക്ക് ഈ കട്ടിൽ കൊടുക്കാം. ഓ, പെമ്പിള്ളേരായ ഇങ്ങനെ ഇരിക്കണം. എന്തൊരു തുറന്ന മനസ്സ്. എനിക്ക് ബാലഭാസ്കരേട്ടന് വിശ്വാസ, അങ്ങേയറ്റം വിശ്വാസ. ആ വിശ്വാസമാണ് ഈ താലിക്ക് മുമ്പിൽ തലകുനിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരൊറ്റ അപേക്ഷയുള്ളൂ, എന്തും ഞാൻ സഹിക്കും. പക്ഷേ മറ്റൊരു പെണ്ണിന് മനസ്സിൽ സ്ഥാനം കൊടുത്ത് എന്നോടൊപ്പം കഴിഞ്ഞോണ്ട് ഒരിക്കലും എന്നെ ചതിക്കരുത്. എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോ ഭ്രാന്തം വർത്താനം പറയുന്നത്? ഇതിനാണോ ഇത്ര പൈസ ചെലവാക്കി നമ്മൾ കല്യാണം കഴിച്ചത്? നിനക്കറിയോ ചന്ദ്രിയെ, ഈ ദിവസം വരെ ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, ദേഹത്തൊന്നും തൊട്ടിട്ടില്ല, ഒരു രസത്തിന് പോലും പ്രേമിച്ചിട്ടില്ല. എന്ന് വെച്ച് നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇനി അഥവാ അങ്ങനെ ഓരോന്ന് സംഭവിച്ചു എന്ന് വെക്കുക, നമ്മൾ അന്യോന്യം കുറ്റപ്പെടുത്തുക ചെയ്യാ. അയ്യേ, ഞാൻ ഒരിക്കലും ബാലഭാസ്കരേട്ടനെ കുറ്റപ്പെടുത്തിയില്ല. അങ്ങനെ പറ. നീയാണ് ചന്ദ്രികയെ ഉത്തമ ഭാര്യ. കുറ്റപ്പെടുത്തൂലെന്നേ ഉള്ളൂ. എന്ന് വെച്ച് ഉത്തമ ഭാര്യയാവാനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ എന്നെ ചതിച്ചു എന്നറിഞ്ഞ അടുക്കളയിൽ അമ്മിക്കല്ലെടുത്ത് ഞാൻ തലക്കിടും. തീർച്ചയായും തലക്കിടും. ഉറങ്ങാം. ഇതവിടെ കിടക്കട്ടെ. അമ്മേ, അമ്മേ, ബാലഭാസ്കരേട്ടനെ കട്ടിൽ കാണാനില്ല. ഞാൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. എന്നോട് ദേഷ്യം പിടിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ എന്റെ ഈശ്വര? അതൊന്നും അല്ല മോളെ, അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നതായിരിക്കും. ആ വന്നു, വാ. പൈസ കൊടുത്തു കേട്ടോ. ശരി മോനെ, നിന്നെ കാണാനിട്ട് ചന്ദ്രയെ പേടിച്ചു പോയടാ. എന്തിനാ ചന്ദ്രിക ഇങ്ങനെ വെറുതെ പേടിക്കുന്നത്? ഒരു 5 രൂപ കൊടുത്ത ഓട്ടോക്കാരനെ പറഞ്ഞേച്ചേക്ക്. ആ അമ്മ പറഞ്ഞു, ഇതൊന്നും സാരല്ലെന്നേ. ഇങ്ങനൊരു നടത്തം പതിവുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു തലേണ എടുത്ത് ഞാനും വന്നതിന് പിറകെ. ഞാൻ തലയ്ക്ക് വെച്ച് കിടന്ന തലേണ ഇത്. ഇതും കെട്ടിപ്പിടിച്ച് നടക്കാൻ എന്നെ അത്രയ്ക്കും ഇഷ്ടായോ? ഇഷ്ടായി.